ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഗോങ്കുര റൈസാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നല്ല ടേസ്റ്റിയാണ്. സ്കൂളിൽ, കോളേജിൽ, ഓഫീസിലൊക്കെ പോകുന്നവർക്ക് കഴിക്കാൻ കൊണ്ടുപോകാൻ പറ്റിയ ഒരു റൈസാണ്. നല്ല ഹെൽത്തിയാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോ ഒരു ഗോങ്കുര സാദമാണ് ചെയ്യാൻ പോണത്. അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിയതും, കടുക് ചൂടാകുമ്പോഴത്തേക്ക് ഞാനിവിടെ പുളിച്ച കീരയില്ലേ, ഒരു സൈസ് കീരയുണ്ട്, പുളിയായിരിക്കും അതിന്. അതിൻ്റെ ഇലയെല്ലാം എടുത്ത് നല്ല വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു വീതിയുള്ള കീരയാണ്. അഞ്ച് ഇതുള്ള പോലെ ഒരു ഇതുണ്ടാവും. അത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ എടുത്തിട്ടില്ല, അറിയാമായിരിക്കും എല്ലാവർക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതെല്ലാം കൂടെ എടുത്ത് ഞാൻ വാഷ് ചെയ്തിട്ട് വേവിച്ചിട്ട് ഒരാവി കയറ്റിയിട്ട് അരച്ച് വെച്ചതാണ്. ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ചതാണ്. കുറച്ച് ഞാൻ വെളിയിൽ വെച്ചിട്ട് അതിന് ഒരു വെറൈറ്റി റൈസ് പോലെ ചെയ്യാനായിട്ടാണ് പോണത്. കടുക് പൊട്ടി അപ്പോഴത്തേക്ക് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഗ്രൗണ്ട് നട്ട്, ഇത് പച്ച കടലയാണ്. അതൊന്ന് മുരിഞ്ഞ് വരണത്. അതൊരു പകുതി വേവാകുമ്പോൾ കടലപ്പരിപ്പ് ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇടാം അതിലേക്ക്. പിന്നെ ഇതിനിടാനായിട്ട് ഞാനൊരു മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അതിതാണ് കുറച്ച് ഉഴുന്ന്, ഒരു 2 സ്പൂൺ ഉഴുന്ന്, 2 സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ ഇതുപോലെ ഒരു 8-10 കടല കൂടെ, ഈ പച്ചക്കടല കൂടെ ഞാനതിൽ ഇട്ടിട്ടുണ്ട്. ഒരു 2 സ്പൂൺ കൊത്തമല്ലി മല്ലി, മുഴുവൻ മല്ലി, ആവശ്യത്തിന് എരിവിനുള്ള മുളക്, ഇതെല്ലാം കൂടെ എണ്ണ ഒഴിക്കാതെ വറുത്തിട്ട് കുറന്ന് പൊടിച്ചതാണത്, കണ്ടില്ലേ. ഇതിലേക്ക് നമുക്ക് കടല നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടലപ്പരിപ്പ് ഉഴുന്ന് കൂടെ ഇടാം. ഇതിൻ്റെ ഈ മിക്സ് ചെയ്യാനായിട്ട് നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് ചുമന്ന് വരണം. നമ്മൾ കടുക് താളിക്കില്ല, അതുപോലെ തന്നെയാണ്. ഇതൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളക്, ഒരു വലിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ചെറിയ ഉള്ളി എടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവണം. അത് മതി, അധികം മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി ഒന്ന് വേഗം സോഫ്റ്റ് ആവാനായിട്ട് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിടാം. ഇതിൽ ചീരയുടെ മിക്സ് ഇടുമ്പോഴത്തേക്ക് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ എത്ര ചോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പിടണം. അധികം മുരിഞ്ഞ് കറക്കൊന്നും വേണ്ട, ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി. ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പെരുങ്കായം, കായത്തിൻ്റെ പൊടി കുറച്ച്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോകും. കുറച്ച് പുളിയുടെ വെള്ളം ഒരു അല്പം, നമ്മളിപ്പോൾ സ്കൂളിലോ ഓഫീസിലോ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ വലിച്ചു പോയ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ അപ്പം ഉപയോഗിക്കാനാണെങ്കിൽ പുളി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ചീരയിൽ നല്ല പുളിയുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ച പൊടി, ഞാൻ പറഞ്ഞില്ലേ, കടലപ്പരിപ്പ്, ഉഴുന്ന്, മല്ലി, മുളക് എല്ലാം കൂടെ എണ്ണ ഒഴിക്കാതെ പൊടിച്ചതാണ്. ഇത് നമുക്ക്
ആവശ്യത്തിനിടാം. എത്രയാണോ നമ്മൾ മിക്സിൻ്റെ ആവശ്യം അതുപോലെ ഇടാം. അത് ഒന്ന് ഇത് വറുത്തതായതുകൊണ്ട് അധികം മൂക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ ഗോങ്കുറ അരച്ച് വെച്ചില്ല, ഇതിലൊന്നും ഇടാതെ വെറും ചീര മാത്രമാണിത്. അതും കൂടി ഇട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ചോറിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതൊരു വെറൈറ്റി റൈസായി. ആ ചീര കഴിക്കാത്തവർക്ക് ഭയങ്കര നിറയെ ഗുണങ്ങളുള്ളതാണ് ആ ചീരയ്ക്ക്. അത് കഴിക്കാത്തവർക്ക് ഇങ്ങനെ അത് ഇപ്പോൾ ആന്ധ്രയിലൊക്കെ ഗോങ്കുറ ചട്നി എന്നാണ് പറയാറ്. അവർ ചട്നിയാക്കി ചമ്മന്തിയാക്കി തുവയൽ പോലെ ആക്കിയിട്ട് ഇതുപോലെ ഉഴുന്ന് പരിപ്പ് അതൊക്കെ ഇട്ടിട്ട് അരയ്ക്കും. നമ്മൾ കൊത്തമല്ലി തുവയൽ ചമ്മന്തി അരയ്ക്കുന്നത് പോലെ അവരത് ചമ്മന്തി ആക്കിയിട്ട് കഴിക്കും. അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാം. ഇനി ഇത് ആറിയിട്ട് നമുക്ക് ഇതിലേക്ക് ചോറിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 3/4 വേവിൽ അടിച്ച ചോറാണ് ഇടേണ്ടത്. അധികം വെന്ത് പോകാൻ പാടില്ല. ഇതിൽ ചൂടോടെ ചോറിടാനും പാടില്ല. ചോറ് ആറിയ ചോറ് വേണം അതിലേക്ക് ഇടാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വടിച്ച ഉടനെ എടുത്ത് ആറാൻ വച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇടാം. പിന്നെ ചൂട് മിക്സും കൂടെ ആകുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകും. ചോറിൻ്റെ ആ സ്ട്രക്ചർ മാറിപ്പോകും. അതുകൊണ്ടാണ് നല്ല മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുമ്പോൾ നമ്മളിട്ടില്ലേ പൊടി, ആ പൊടിയുടെ അളവ് കുറവ്, കുറച്ച് എരിവൊക്കെ കുറവാണെങ്കിൽ, എരിവ് നിറയെ വേണമെന്നുള്ളവർക്ക് പയറും മുളകും മല്ലിയും കൂടെ പൊടിച്ച മിക്സ് ഇതിലേക്ക് ഇടാവുന്നതാണ്. കുറച്ചും കൂടെ ഒരു എരിവ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. ഇത് നല്ലൊരു വെറൈറ്റി റൈസാണ്. ഓഫീസിലോ സ്കൂളിലോ ഒക്കെ കൊണ്ടുപോകാനും. ഇപ്പോൾ നമുക്ക് ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനത്തെ കീര കിട്ടിയാൽ അത് നമ്മൾ ക്ലീൻ ചെയ്ത് അരച്ച് വേവിച്ച് ഒരു ആവി കയറ്റി വേവിച്ചിട്ട് അത് നല്ലോണം അരയുമ്പോൾ നല്ല വഴവഴന്ന് വരും. നല്ല പുളിയുടെ അംശമുള്ളതുകൊണ്ട് നല്ല വഴവഴന്ന് വരും. അതിന് നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഇതുപോലെ ഫ്രീസറിൽ വെച്ച് പെട്ടെന്നൊക്കെ ഓരോന്ന് ചെയ്യേണ്ട സമയങ്ങളിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇതിലേക്ക് പൊടി കുറച്ചും കൂടെ ഇടാം. ഈ പൊടി നല്ല മണമായിരിക്കും. ഇത് മല്ലിയൊക്കെ എണ്ണ ഒഴിക്കാതെ നല്ല റഫായിട്ട് വറുത്ത് പൊടിച്ചതല്ലേ, നല്ല മണമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കൊത്തമല്ലി ഉണ്ടെങ്കിൽ അത് പൊടിയായിട്ട് നറുക്കിയിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ ചീരയൊക്കെ കിട്ടിയാൽ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കൂ. പുളിച്ച കീരയെന്നാണ് ഇവിടെയൊക്കെ പറയാറ്. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.